കോഴിക്കോട് കൊയിലാണ്ടിയിലെ 12-കാരന്റെ മരണം കൊലപാതകമെന്ന് സംശയം. അരിക്കുളം കോറോത്ത് മുഹമ്മദ് അലിയുടെ മകൻ അഹമ്മദ് ഹസൻ റാഫിയാണ് മരിച്ചത്. മരണകാരണം വിഷം കലർന്ന ഐസ്ക്രീം കഴിച്ചതാണെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ കുട്ടിയുടെ പിതൃ സഹോദരി താഹിറ അറസ്റ്റിലായിട്ടുണ്ട്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നു. റിയാസ്, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. ഇപ്പോൾ കുട്ടിയുടെ ബന്ധു ഈ കേസിൽ പ്രതിയാണെന്ന് പറയുന്നു. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഭദ്ര, അതായത് കൊയിലാണ്ടിയിലെ 12 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ പ്രതി അറസ്റ്റിലായിരിക്കുന്നത്. ഈ പിതൃ സഹോദരി തന്നെയാണ് പ്രതി എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അരിക്കുളത്ത് അഹമ്മദ് ഹസൻ റിഫായി എന്ന 12 വയസ്സുകാരനാണ് കഴിഞ്ഞ ഞായറാഴ്ച ഐസ്ക്രീം കഴിച്ചത്. തുടർന്ന് തിങ്കളാഴ്ച മരണപ്പെടുകയായിരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോൾ പ്രതിയുമായുള്ള തെളിവെടുപ്പാണ് പ്രധാനമായും നടക്കുന്നത്. അതായത് ഈ പ്രതിയെ സംഭവം നടന്ന വീട്ടിൽ, അതായത് ഈ റിഫായി അഹമ്മദ് ഹസന്റെ വീട്ടിലും ഒപ്പം തന്നെ ഈ ഐസ്ക്രീം വാങ്ങിയ കടയിലും എത്തിച്ച് തെളിവ് എടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇവർ എലിവിഷം വാങ്ങിയ കട ഏതാണ് എന്ന് ഇതുവരെ പോലീസിന് വിവരം ലഭിച്ചിട്ടില്ല. അതുകൂടി ലഭിക്കേണ്ടതുണ്ട്. പിതൃ സഹോദരി താഹിറയെയാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർ പോലീസിനോട് സമ്മതിച്ച് കൊലപാതകം നടത്തി എന്ന കാര്യം സമ്മതിച്ചത്. അതായത് ഇവർ ലക്ഷ്യമിട്ടത് പ്രധാനമായും ഈ റിഫായി അഹമ്മദ് ഹസൻ റിഫായിയുടെ പിതാവ് പിതൃ സഹോദരിയാണ് ഇവർ. അതായത് സഹോദരന്റെ ഭാര്യയായിരുന്നു പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ സംഭവിച്ചത് അവരുടെ മകൻ, അതായത് സഹോദരന്റെ മകൻ ആയിട്ടുള്ള 12 വയസ്സ് ഐസ്ക്രീം കഴിച്ചു എന്നുള്ളതാണ്. ആ സമയത്ത് ഐസ്ക്രീമുമായി ഇവർ വരുന്ന സമയത്ത് ഈ 12 വയസ്സുകാരനായ റിഫായി അഹമ്മദ് ഹസൻ റിഫായി മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നു. ഒപ്പം വല്യമ്മയും മാത്രമായിരുന്നു. മാതാവോ മറ്റുള്ള ആളുകളോ ഒന്നും തന്നെ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ കുട്ടി ഐസ്ക്രീം കഴിക്കുകയായിരുന്നു. ഐസ്ക്രീം കഴിച്ച് ദേഹാസ്വാസ്ഥ്യവും ഛർദിയും അനുഭവപ്പെട്ടു. തുടർന്ന് അവിടെ ഉള്ള തൊട്ടടുത്ത വീടിനടുത്ത ക്ലിനിക്കിലും ഒപ്പം തന്നെ ആശുപത്രിയിലും എല്ലാം പ്രവേശിപ്പിച്ചെങ്കിലും അവിടെ നിന്നും കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അവിടെ നിന്നാണ് നേരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സ തേടിപ്പോയത്. ആ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് ഈ 12 വയസ്സുകാരൻ മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ആദ്യഘട്ടത്തിലെല്ലാം തന്നെ ഈ ഐസ്ക്രീം കട കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടന്നിരുന്നത്. കാരണം ഭക്ഷ്യവിഷബാധയാണോ എന്ന സംശയത്തിൽ അവിടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പും പോലീസും ഫോറൻസിക്കും എത്തി അവിടെ പരിശോധന നടത്തുകയും ആ കട അടപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ശരീരത്തിൽ വിഷത്തിന്റെ അംശം ഉണ്ട് എന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് ഇതൊരു കൊലപാതകമാണ് എന്ന സംശയത്തിൽ, അതായത് അമോണിയം ഫോസ്ഫറസിന്റെ അംശം ശരീരത്തിൽ കണ്ടെത്തിയതോടെ ഇതൊരു കൊലപാതകമാണ് എന്ന നിഗമനത്തിൽ പോലീസ് എത്തുകയും അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നിരവധി പേരെ കഴിഞ്ഞ 3 ദിവസങ്ങളായി ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലാണ് പിതൃ സഹോദരി താഹിറയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ സംഭവം കൊലപാതകമാണെന്ന് ഇവർ പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. ഭദ്ര, റിയാസ്, ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ നയിക്കണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു കാരണം ഉണ്ടായിരിക്കും. എന്താണ് ഈ ഒരു കൊലപാതകത്തിന് അല്ലെങ്കിൽ ഇത്തരമൊരു കൃത്യം നടത്താനുള്ള കാരണം എന്താണ്? ഭദ്ര, പ്രധാനമായും ഈ കൊലപാതകം നടത്താനുള്ള കാരണമായി പറയുന്നത് സഹോദരനായിട്ടുള്ള, അതായത് ഈ പ്രതിയുടെ സഹോദരന്റെ മകനാണ് ഈ കൊല്ലപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത്. കൊല്ലപ്പെട്ട 12 വയസ്സുകാരൻ എന്ന് പറയുന്നത് ഈ 12 വയസ്സുകാരന്റെ മാതാവ്, അതായത് ഈ പ്രതിയുടെ സഹോദരന്റെ ഭാര്യ, അവരോടുള്ള വൈരാഗ്യത്തെ തുടർന്നാണ് ഇത്തരമൊരു ഫാമിലി പാക്ക്, ഐസ്ക്രീമിന്റെ ഫാമിലി പാക്കിൽ ഇവർ വിഷം കലർത്തി ആ വീട്ടിൽ കൊണ്ടുപോയി നൽകിയത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ലക്ഷ്യമിട്ടത് സഹോദരന്റെ ഭാര്യയായിരുന്നു. എന്നാൽ സംഭവിച്ചത് 12 വയസ്സുള്ള സഹോദരന്റെ മകനാണത് കഴിച്ചത്. ഇരയാക്കപ്പെട്ടത് ആ കുട്ടിയാണ് എന്നുള്ളതാണ്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന്റെ അന്വേഷണത്തിന്റെ തുടർന്നുള്ള മുറയിൽ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. ഭദ്ര, ശരി റിയാസ്, കൊയിലാണ്ടിയിലെ 12 വയസ്സുകാരന്റെ മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ബന്ധുവാണ് കുട്ടിക്ക് ഐസ്ക്രീമിൽ വിഷം നൽകി കൊലപ്പെടുത്തിയത്. ഇപ്പോൾ പ്രതിയെ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുകയാണ്. കുട്ടി മരിച്ച ആ വീട്ടിലും അതുപോലെ തന്നെ ഐസ്ക്രീം വാങ്ങിയ കടയും കേന്ദ്രീകരിച്ചാണ് തെളിവെടുപ്പ് നടത്തുന്നത്. റിയാസ് KMR ആണ് വിശദാംശങ്ങൾ നൽകിയത്.